السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. وما زلنا ندرس سورة الانفطار، وسندرس الآيات الأخيرة من سورة نفسها، وندرس أيضا بعض أحكام النحو. ഖുർആൻ പഠനത്തിനുള്ള പോരിയുടെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ സൂറത്തുൽ ഇൻഫിത്താറാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതോടൊപ്പം 3 അടിസ്ഥാനാംശങ്ങളുള്ള ചില ക്രിയകൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് സവിശേഷതയുള്ള അല്ലെങ്കിൽ പ്രത്യേകതയുള്ള ക്രിയകളായിരുന്നു, അഥവാ അതിൽ ദുർബലാംശങ്ങൾ ഉള്ള ക്രിയകളാണ്. സൂറത്തുൽ ഇൻഫിത്താറിന്റെ അവസാന സൂക്തങ്ങളാണ് ഇന്ന് നാം പഠിക്കുന്നത്. അതോടൊപ്പം ചില വ്യാകരണ നിയമങ്ങളും പഠിക്കും, സർഫ് കൂടാതെ. സർഫ് അഥവാ ടേബിൾ, പട്ടിക, ക്രിയകളുടെ പട്ടിക ഞാൻ ഇന്ന് പഠിക്കേണ്ട ക്രിയകളുടെ പട്ടിക നേരത്തെ ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. അഥവാ ഇന്ന് സമയം തികഞ്ഞില്ലെങ്കിൽ അതിൻ്റെ വോയിസ് ക്ലിപ്പ് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭിക്കും. നാം ഇതുവരെ ഉള്ള നമ്മുടെ പ്രോഗ്രസ് നിങ്ങൾ വാട്സപ്പിൽ ഇടുന്നുണ്ട്. പ്രോഗ്രസ് അത് നിങ്ങൾ പാരായണം ചെയ്യുന്ന സൂക്തങ്ങളുടേതാണ്. ഞാൻ പറഞ്ഞു തരുന്ന ഭാഗമല്ല, നിങ്ങൾ വായിക്കുന്ന ഭാഗത്ത് നിങ്ങൾക്ക് എത്ര ശതമാനം കിട്ടുന്നുണ്ടെന്ന് ഗ്രൂപ്പിലിടുന്നില്ലേ? ഏതായാലും 80 യൂണിറ്റുകൾ കഴിയുമ്പോൾ, 80 ആഴ്ചകളുടെ പഠനം കഴിയുമ്പോൾ ഒരു പേജിലെ 100, 180 പദങ്ങൾ സാധാരണ ഉണ്ടാകാറില്ല. 130 ശരാശരി, ആവറേജ് 130, മാക്സിമം പറഞ്ഞ 150 വരെയാണ് ഉണ്ടാവുക. അപ്പൊ 130 മുതൽ 150 വരെയുള്ള പദങ്ങളിൽ 99 പദങ്ങളുടെ അർത്ഥം എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അഥവാ ഒരു പേജിൽ 99 വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എവിടെയോ എന്തോ പ്രശ്നമുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ അവസാനം പഠിച്ച പാഠം, അതിന് മുമ്പത്തെ പാഠം, അങ്ങനെ അവസാനത്തെ പാഠം മുതൽ പിന്നിലേക്ക് ആവർത്തിച്ച് പഠിക്കണം. അപ്പോൾ ഇതുവരെ നമ്മൾ പഠനം 77% വൊക്കാബുലറി പൂർത്തീകരിച്ചു എന്നാണ്. ഖുർആനിലെ 77,500 പദങ്ങളിൽ 59,914 പദങ്ങൾ നമ്മൾ പഠിച്ചതാണ്. 62,000 നിങ്ങളുടെ ഡിപ്ലോമയിലെ ടാർഗറ്റ്. പക്ഷെ അത് എക്സീഡ് ചെയ്യും, ടാർഗറ്റ് എക്സീഡ് ചെയ്തിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. സൂറത്തുൽ ഇൻഫിത്താറിന്റെ അവസാന സൂക്തങ്ങൾ. ഈ സൂക്തങ്ങൾ ആണ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ എന്തെങ്കിലും പുതിയ വാക്കുകളുണ്ടോ എന്നൊക്കെ വായിച്ചു നോക്കാൻ വേണ്ടി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്ലാസ് യഥാവിധി കൊണ്ടുപോകാൻ പറ്റൂ. അല്ലെങ്കിൽ ഒരുപാട് സമയം വേസ്റ്റ് ആവും. നോക്കാം നമുക്ക്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ അബ്റാറ ലഫീ നഈം وإن الفجار لفي جحيم يصلونها يوم الدين
وما هم عنها بغائبين وما أدراك ما يوم الدين ثم ما أدراك ما يوم الدين يوم لا تملك نفس لنفس شيئا والأمر يومئذ لله. ഇന്നലെ അബ്രാർ ലഫീനാണ് നാം കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണ്. അതിന്റെ തുടർച്ച വേണം, അഥവാ ഈ ഭാഗം തുടങ്ങുമ്പോൾ ഇന്നലെ അബ്രാർ ലഫീൻ അഴിയും മുതലാണ് അതിന്റെ തുടക്കം വരുന്നത്. കാരണം അത് അതിന് മുമ്പുള്ളതിനോട് ചേർക്കാവുന്നതല്ല. നമ്മളിങ്ങനെ പദങ്ങളുടെ എണ്ണം വെച്ചുകൊണ്ടൊക്കെ ക്ലാസ് ഡിവൈഡ് ചെയ്തപ്പോൾ ഈ ഒരായത്ത് അപ്പുറത്തേക്ക് പോയതാണ്. ഇതിലത് നിങ്ങളുടെ സ്മൃതിയിലേക്ക് ഒന്നുകൂടെ കൊണ്ടുവരിക. നമുക്ക് പ്രത്യേകിച്ച് അതിൽ പ്രശ്നമുള്ളതല്ല, 2-3 പദങ്ങളാണ് ഉള്ളത്. ലബ്രാറ, ലഫി, നഈം. പുണ്യവാന്മാർ നഈമിലായിരിക്കും. നഈമിന്റെ അർത്ഥം എന്താ പറഞ്ഞത്? നഈം സുഖാനുഗ്രഹങ്ങൾ, സുഖാനുഭൂതി, എൻജോയ്മെന്റിലായിരിക്കും. വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. ഇതില് ആർക്കെങ്കിലും പുതിയ വാക്കുകളുണ്ടോ? നേരത്തെ ചോദിച്ച വാക്കിന്റെയൊക്കെ അർത്ഥം ഞാൻ കൊടുത്തിട്ടുണ്ട്. വേറെ ആർക്കെങ്കിലും? വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. ഫുജ്ജാറിന്റെ ഏകവചനം എന്താണ്? ഫുജ്ജാറിന്റെ ഏകവചനം നമ്മൾ നേരത്തെ സൂറത്തിലെ പഠിച്ചത്, സൂറത്തുൽ മുത്തഫിഫീനിൽ പഠിച്ചു. ഫാജിറാണ്. അതിന്റെ ക്രിയ എന്താണ്? ക്രിയ ഫജറ യഫ്ജുറു. ഫജറ യഫ്ജുറു, അധർമ്മം ചെയ്തു. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ ഒരു ഗ്രേഡ് കൂടെ മനസ്സിലാക്കണം. അഥവാ ഓരോരുത്തരും ചെയ്യുന്ന പാപം, തെറ്റ്, തിന്മ, അധർമ്മം എന്നൊക്കെ പറയുമ്പോൾ അതിന് ഗ്രേഡ് ഉണ്ട്. അതനുസരിച്ചാണ് അതിന്റെ ശിക്ഷ വരിക, നിയ്യത്ത് അനുസരിച്ചാണ്. അപ്പോ അള്ളാഹുവിനെ ധിക്കരിച്ചു എന്നതിനും അപ്പുറമാണ് അധർമ്മം ചെയ്തു, അല്ലെങ്കിൽ ഫജറ യഫ്ജുറു എന്ന് പറയും. ഫാജിർ എന്ന് പറയുമ്പോൾ ആസി, അഥവാ അള്ളാഹുവിനെ ധിക്കരിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറഞ്ഞ ഒരു കാര്യം ചെയ്തില്ല, അല്ലെങ്കിൽ ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്തില്ല, അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്തു. അങ്ങനെ ഒരാൾ ചെയ്തു പോയാൽ അയാൾക്ക് തൗബയ്ക്ക് അവസരമുണ്ട്. തൗബയ്ക്ക് അവസരം ലഭിക്കുകയും അയാൾ തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യാം. അതിന്റെ താഴെയുള്ള, അഥവാ അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള പാപമാണ് ഫജറ യഫ്ജുറു എന്ന ഫാജിർ എന്ന് പറയും. ഇപ്പൊ എന്താണ്? അയാൾ ധാർഷ്ട്യത്തോടു കൂടിയാണ് ചെയ്തത്. ഇപ്പൊ എന്താ പറ്റുക ചെയ്താൽ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തിന്മയിൽ അങ്ങ് ആപതിക്കുകയാണ്, തെറ്റിൽ ആപതിക്കുകയാണ്, വൻ പാപങ്ങൾ ചെയ്തു പോവുകയാണ്. പിന്നീട് അയാൾ പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള നിയ്യത്തില്ല അയാൾക്ക്. പശ്ചാത്തപിച്ച് മടങ്ങി ഞാൻ ചെയ്തു പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് പശ്ചാത്തപിച്ച് മടങ്ങുകയും നന്മ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അവസരം ഇല്ല, അവസ്ഥയില്ല. അങ്ങനെയുള്ളത് ആളെ സംബന്ധിച്ചാണ് ഫാജിർ എന്ന്. അതുകൊണ്ടാണ് ഇവിടെ ഫാജിറിന്റെ ബഹുവചനം ഫുജ്ജാർ എന്നാണ് പല സ്ഥലങ്ങളിലും ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഫാജിറൂന എന്ന് പറയാം. ഫാജിറൂന എന്ന് പറയുന്നതിന് അപ്പുറം ഫുജ്ജാർ ആധിക്യത്തിന്റെ ബഹുവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്നൽ ഫുജ്ജാർ ലഫീ ജഹീം. ഇന്നയുടെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള അക്ഷരമായ ല ഉപയോഗിച്ചിട്ടാണ് വീണ്ടും വന്നത്. ഇന്നൽ ഫുജ്ജാർ, ഇന്നൽ ഇൻസാൻ ലഫീ ഖുസ്ർ എന്ന് പറഞ്ഞതുപോലെ ഇന്നയുടെ രണ്ടാം ഭാഗത്ത് ഇല്ല വന്നിട്ടുണ്ട്. തീർച്ചയായും അവർ നരകത്തിൽ തന്നെയാണ്, ജഹീമിൽ തന്നെയാണ്. ജഹീം എന്നാൽ ജഹീം, ജഹന്നം, ഹുതമ ഇതൊക്കെ നാറിന്റെ മറ്റ് പദങ്ങളാണ്, നരകത്തിന്റെ പേരുകളിൽ പെട്ടതാണ്. യസ്ലൗനഹ, യസ്ല ഇവിടെ പഠിച്ചിട്ടുണ്ട്. യസ്ലയുടെ പട്ടിക തന്നെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? യസ്ലൗനഹ, അല്ലാതെ യസ്ല പഠിച്ചില്ലേ? എവിടെ? നാറൻ. അപ്പൊ യസ്ല എന്നത് ഏകവചനമാണ്, അതിന്റെ ബഹുവചനമാണ് യസ്ലൗന. യസ്ലൗൻ പ്രവേശിക്കും, യസ്ലൗന അവർ പ്രവേശിക്കും. യസ്ലൗന ഹ. അപ്പൊ യസ്ലൗന എന്ന ക്രിയയുടെ കൂടെ സർവനാമം ചേർന്നപ്പോൾ ആ സർവനാമം എന്തായി?
മഫ്ഊലും ബിഹിയായി, കർമ്മമായി. യസ്ലൗന പ്രവേശിക്കും, എവിടെ പ്രവേശിക്കും എന്നത് തീയൊന്നും ഉപയോഗിക്കാതെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്രിയയുടെ കൂടെ ചേർത്ത് പറഞ്ഞപ്പോൾ അത് കർമ്മമായതുകൊണ്ട് അവിടെ പ്രവേശിക്കും. യസ്ലൗന പ്രവേശിക്കും, അല്ലെങ്കിൽ പ്രവേശിച്ചെരിയും. എരിയുന്ന സ്ഥലത്ത് പ്രവേശിക്കുന്നതിനാണ് എന്ത് ചെയ്യുന്നത്? എരിയുന്ന സ്ഥലത്ത് പ്രവേശിക്കുന്നതിനാണ് യസ്ല എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന്, ബസ്സിൽ പ്രവേശിക്കുന്നതിന്, ഫ്ലൈറ്റിൽ പ്രവേശിക്കുന്നതിനൊന്നും ചെയ്യില്ല. AC റൂമിൽ പ്രവേശിക്കുന്നതിനൊന്നും യസ്ല എന്ന വാക്ക് ഉപയോഗിക്കും. ശവായ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പ്രവേശിക്കുന്നതിനാണ് യസ്ല എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. കത്തിയെരിയുന്ന അഗ്നി അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലത്ത്. അവരതിൽ പ്രവേശിക്കും. യൗമ ദീൻ. യൗമിന് എങ്ങനെയാണ് ഫതഹ് വന്നത്, നസ്ബ് വന്നത്? എപ്പോഴാണ് അവർ പ്രവേശിക്കുന്നത്? യൗമദ്ദീൻ, പ്രതിഫല ദിവസം. അന്ത്യനാളിൽ, അഥവാ അന്ത്യമല്ല, പ്രതിഫല ദിവസം. അഥവാ ആ സമയത്തെ പറഞ്ഞത് കൊണ്ടാണ്, അല്ലെങ്കിൽ സന്ദർഭത്തെ പറഞ്ഞത് കൊണ്ടാണ് അതിൽ നസ്ബ് വന്നത്. അപ്പൊ സമയത്തെയും സന്ദർഭത്തെയും സൂചിപ്പിക്കുന്ന പദത്തിന് എന്ത് വരും? നസ്ബ് വരും, നസ്ബ് ചെയ്യപ്പെടും കേട്ടോ. വമാഹും അൻഹാ ബിഗായിബീൻ. അവരതിൽ പ്രവേശിക്കും. ഇപ്പൊ നമ്മൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആഴ്ച ക്ലാസ്സിൽ പങ്കെടുത്തു, അടുത്ത ആഴ്ച ആബ്സെന്റ് ആയി, അതിന്റെ അടുത്ത ആഴ്ച പിന്നെ ക്ലാസ്സിൽ പങ്കെടുത്തു. അപ്പോ ഞാൻ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് എന്ന് പറയും. ഒരാഴ്ച വന്നില്ലെങ്കിലും ഞാൻ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് പറയും. പക്ഷെ അതേപോലെ നരകത്തിൽ പ്രവേശിച്ച ആളാണ് എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് ആബ്സെന്റ് ആകാൻ പറ്റില്ല. അമാഹും അവരല്ല, അൻഹ അതിനെ തൊട്ട്, അഥവാ ആ ജഹീമിനെ തൊട്ട്, ഗായിബാവുകയില്ല, അദൃശ്യരാവുകയില്ല, അല്ലെങ്കിൽ മറഞ്ഞവരാവുകയില്ല, അതിൽ നിന്ന് രക്ഷപ്പെട്ടവരാവുകയില്ല. ഇടയ്ക്ക് ഒരു ദിവസം അവധിയില്ല. ഖഫിഫ് എന്ന യൗമമിനൽ അസാബ് എന്ന് പറഞ്ഞു. അവര് നരകത്തിൽ വെച്ച് കേഴും, ഞങ്ങൾക്ക് ഒരു ദിവസമെങ്കിലും ഞങ്ങൾക്ക് ശിക്ഷയിൽ ഇളവ് ചെയ്ത് തരണമേ. അങ്ങനെ ഇളവ് ചെയ്ത് കൊടുക്കൂല എന്നാ പറഞ്ഞിട്ട് അർത്ഥം. അപ്പൊ യസ്ലൗനഹ യൗമദ്ദീൻ എന്ന് പറഞ്ഞു. മാലിക് യൗമുദ്ദീൻ നമ്മൾ പഠിച്ചു. യൗമദ്ദീൻ പ്രതിഫലം നൽകുന്ന ദിവസം, അഥവാ ഡേ ഓഫ് ജഡ്ജ്മെന്റ്, പ്രതിഫലം നൽകുന്ന ദിവസം, അഥവാ അന്ത്യനാൾ എന്ന് പറഞ്ഞാൽ ലോകം അവസാനത്തിന് ശേഷം പിന്നെ ഡേ ഓഫ് റിസറക്ഷൻ ഉണ്ടാവും, ജഡ്ജ്മെന്റ് ഡേ, പുനരുത്ഥാന ദിവസം. ആ പുനരുത്ഥാന ദിവസത്തെ കുറിച്ച് ആണ് യൗമദ്ദീൻ എന്ന്. യൗമുൽ ഖിയാമത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് അർത്ഥമാകാം. ഒന്ന് ലോകം അവസാനിക്കുന്ന ദിവസമാകാം, അല്ലെങ്കിൽ പുനരുത്ഥാന ദിവസമാകാം. അതേസമയം യൗമദ്ദീൻ എന്ന് പറയുമ്പോൾ അവസാനിക്കുന്ന ദിവസമല്ല, ഉറപ്പായും പുനരുത്ഥാന ദിവസമാണ്, പ്രതിഫലം നൽകുന്ന ദിവസം, ജഡ്ജ്മെന്റ് ഡേ ആണ് യൗമദ്ദീൻ. ഒമാഹുമ എന്നിട്ട് എന്ത് ചെയ്തു? അതിന്റെ സീരിയസ്നെസ് പറയുന്ന നരകത്തിൽ പ്രവേശിക്കുന്നവരാണ് തെമ്മാടികൾ നരകത്തിൽ പ്രവേശിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ സീരിയസ്നെസ് പറയുന്നതിന് വേണ്ടിയാണ് ഒമാഹുമൻ എന്ന് പറയുന്നത്. അവരതിൽ നിന്നും അകന്നു നിൽക്കുന്നവരാവുകയില്ല, അതിൽ നിന്നും അവർക്ക് മോചനമില്ല, ലീവില്ല, അവധിയില്ല എന്ന് പഠനം തന്നെ പറഞ്ഞു. എന്നിട്ടാണ് പിന്നെ ഒമാദ്രാക്കമായോമുദ്ദീൻ, ഇത് നേരത്തെ പറയേണ്ടതായിരുന്നു. യസ്ലൗനഹ യോമദ്ദീൻ, ഒമാദ്രാക്കമായോമദ്ദീൻ, മാ യോമുദ്ദീൻ എന്നാണ് പറയേണ്ടത്. അതിന് പകരം ഒമാഹുമൻഹാബിൻ എന്ന സീരിയസ് ആയ വിഷയം, അഥവാ പ്രധാനപ്പെട്ട വിഷയം നേരത്തെ തന്നെ പറഞ്ഞു. എന്നിട്ട് പിന്നെ ചോദിക്കുകയാണ് ഒമാ അദ്രാക്കമായോമുദ്ദീൻ. അപ്പോ യൗമുദ്ദീൻ എന്നാൽ നമുക്കറിയില്ല, നമ്മൾ കണ്ടില്ലല്ലോ യൗമുദ്ദീൻ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എന്തറിയാം നിനക്ക്? മാദ്രാക്കമായോമുദ്ദീൻ, പ്രതിഫല ദിവസം എന്താണ്, ജഡ്ജ്മെന്റ് ഡേ എന്താണ് എന്ന് നിനക്ക് എന്തറിയാം എന്ന് പറഞ്ഞാൽ അതൊരു ഇകഴ്ത്തിക്കൊണ്ടുള്ള ചോദ്യം. അതായത് നിനക്കൊരു വിവരമില്ല, അതിനെ കുറിച്ച് നിനക്കൊന്നും അറിയില്ല, ഞാൻ പറഞ്ഞു തരാം എന്ന് അള്ളാഹ് പറയുകയാണ്. യൗമദ്ദീൻ. അപ്പോ ആദ്യത്തേത് യസ്ലൗനഹ യൗമദ്ദീൻ, അവര് പ്രവേശിക്കും. എപ്പോൾ പ്രവേശിക്കും? ആ സമയത്ത് പറയുന്നതിന് കൊണ്ടാണ് യൗമ വന്നത്. അമാദ്രാക മാ യൗമുദ്ദീൻ. പിന്നീട് ഇത് പറയാണ് യൗമുദ്ദീൻ എന്ന് പറഞ്ഞ പ്രതിഫല ദിവസം എന്നത് എന്താണെന്ന് നിനക്ക് എന്തറിയാം എന്ന് ചോദിക്കുകയാണ്. യൗമുദ്ദീനെ കുറിച്ച് ചോദിക്കുകയാണ്. അതുകൊണ്ടാണ് യൗമിന് ഒറിജിനൽ അടയാളമായ ദമ്മത്ത് തന്നെ വന്നത്. ദമ്മ മാറുന്നില്ല.
സോമ്മമാദ്രാക്കമായോമുദ്ദീൻ വീണ്ടും ചോദിക്കുകയാണ്, നിനക്ക് എന്തറിയാം? നിനക്കൊന്നും അറിയില്ലടോ എന്നാണ്. നബിയെ അഡ്രസ് ചെയ്തിട്ടാണെങ്കിൽ താങ്കൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരമൊന്നുമില്ല, നാം പറഞ്ഞു തന്ന പരിമിതമായ അറിവ് മാത്രമേ ഉള്ളൂ, പറഞ്ഞു തന്നിടത്തോളമുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളെ സമയത്തോളം, ഒരു വായനക്കാരന്റെ സമയത്തോളം ചോദിക്കാനുള്ള, നിനക്ക് എന്തറിയാം? നിനക്കൊന്നും അറിയില്ല, എന്തറിയാം? വീണ്ടും ചോദിക്കുകയാണ്. മാദ്രാക്കമായോമുദ്ദീൻ, സോമ്മ വീണ്ടും മാദ്രാക്കമായോമുദ്ദീൻ, യൗമ ലാ തംലികു, അത് ഒരു ദിവസമാണ്. ഈ യൗമ് എന്തുകൊണ്ടാണ് യൗമിന് നസ്ബ് വന്നത്? നേരത്തെ പറഞ്ഞ യൗമിന്റെ ബദലാണ്. മാലിക് ആദ്യം ഒരു യൗം പറഞ്ഞു, യൗമദ്ദീൻ. ആ യൗമിന്റെ ബദലാണ് അടുത്ത യൗം. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, പിന്നെ അടുത്തെന്താ? അർ-റഹ്മാൻ എങ്ങനെ കസ്ർ വന്നത്? അൽഹംദുലില്ലാ എന്നതാണ് വാക്യം. അൽഹംദു ലില്ലാഹി, ഹംദ് ലില്ലാഹി, അള്ളാഹ്ക്കാണ്. ലി വന്നത് എന്തിന്റെ കൂടെയാണ്? അള്ളാഹ് എന്ന നാമത്തിനോട്. പിന്നീട് അള്ളാഹ് എന്ന നാമത്തിന് പകരമാണ് റബ്ബ്, രക്ഷിതാവായ എന്ന് നമ്മൾ പറയും. ഇപ്പൊ റബ്ബിന് എന്ത് ചെയ്തു? അള്ളാഹ് എന്ന നാമത്തിന് കൊടുത്ത അതേ അടയാളം റബ്ബിനോട്. പിന്നീട് വരുന്നതൊക്കെ എന്താണ്? ബദലാണ്. അർ-റഹ്മാനി അർ-റഹീമി. അപ്പൊ എല്ലാം അള്ളാഹ്ക്ക്, ആദ്യം പറഞ്ഞ അള്ളാഹ്ക്ക് ബദലാണ് പിന്നീട് പറയും. അപ്പൊ അതേപോലെ യസ്ലൗനഹ, അവരതിൽ പ്രവേശിക്കും, യൗമദ്ദീൻ, പ്രതിഫല ദിവസം. എന്നിട്ട് അതിന്റെ ഇടയിൽ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം യൗമ ലാ തംലികു. അപ്പൊ ആദ്യം പറഞ്ഞ പകരം. നേരത്തെ പറഞ്ഞ അതേ വാക്കിന് പകരം വേറൊരു വാക്ക് പിന്നെയും പറയാണ്. എന്നിട്ട് അപ്പൊ ആദ്യം പറഞ്ഞ വാക്കിന്റെ അതേ അടയാളമായിരിക്കും ഈ വാക്കിനുണ്ടാവുക. ആ വാക്കിന്റെ സ്ഥാനത്താണ് ഈ വാക്കും ഉണ്ടാവുക. ഓക്കെ, അത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിടത്ത് അള്ളാഹ്ക്ക് വേറെ വിശേഷണങ്ങൾ പറയുകയാണ്. ഇവിടെയാണെങ്കിലോ ആ ആ യൗമിനെ എടുത്തു പറയുകയാണ്, എന്ത് യൗമാണ് എന്ന്. അത് സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ ഉദാഹരണമുണ്ട്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ഇഹ്ദിന അസ്സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു? സിറാത്തല്ലദീന. അപ്പൊ എന്ത് ചെയ്തു? ഇഹ്ദിന സിറാത്ത, സിറാത്തിന് എന്താ അടയാളം? അതേ അടയാളം തന്നെ വീണ്ടും വന്ന് രണ്ടാമത്തെ ഇതിലും വന്നു, സിറാത്ത അല്ലദീന. ഇവിടെ ഒരു വിഷയമുണ്ട്. ആദ്യം പറഞ്ഞത് അല്ലുള്ളതാണ്, രണ്ടാമത് പറയുന്നത് അല്ലില്ലാത്തതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ രണ്ടാമത് പറഞ്ഞതിന് അൽ ഇല്ലെങ്കിലും അല്ലുള്ള സ്ഥാനത്താണ്. കാരണം സിറാത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഇളാഫത്ത് ചെയ്തിട്ടുണ്ട്. ഏതിലേക്ക്? അല്ലദീനയിലേക്ക്. ഒരു വിഭാഗത്തിന്റെ മാർഗം. അപ്പൊ എന്തായി? നേരത്തെ പറഞ്ഞ സിറാത്തിന്റെ അതേ പദവിയായിരുന്നു. അതേപോലെയാണ് ഇവിടെ യസ്ലൗനഹ യൗമദ്ദീൻ, അവർ പ്രതിഫല ദിവസം അവിടെ പ്രവേശിക്കും. പിന്നെ മാതൃകമായ യൗമദ്ദീനൊക്കെ ചോദിച്ചതിന് ശേഷം പിന്നെ പറഞ്ഞു സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുമ്പോ, സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുമ്പോ അല്ലദീന അങ്ങനെ ഇളാഫത്ത് അതിന്റെ അടുത്ത് കാണില്ല. സിറാത്തുൽ മുസ്തഖീം ആദ്യം പറഞ്ഞത്. രണ്ടാമത് പിന്നെ എന്ത് പറഞ്ഞു? സിറാത്തുല്ലദീന, ഒരു വിഭാഗത്തിന്റെ മാർഗം. അപ്പൊ ഇന്റെ വന്നില്ലേ? ഇന്റെ വന്നാണ്. പക്ഷെ അല്ലദീനക്ക് ഫതഹാണല്ലോ അവസാനം. അല്ലദീന എന്ന് പറയുന്നത് അല്ലദീന ഹഉലാഇ ഹാദാ ഹാദിഹി, ഇതെല്ലാം എന്താണ്? മുരടന്മാരാണ്. അവസാനം മാറൂല. ചില കെസർ സ്വീകരിക്കാത്തല്ല, അതെന്താണ്? മുരടന്മാരാണ്, അന്ത്യം മാറാത്തവയാണ്. അന്ത്യം മാറാത്ത കുറെ സംഗതികളുണ്ട്.
ചില ആൾക്കാർ എന്ത് പറഞ്ഞാലും മാറൂലല്ലോ, അതേപോലെ ഉള്ള ആൾക്കാരാണ് അല്ലദീന ഹാദാ ഹൗലാഇ ഉലൈക, ഇവയെ പോലുള്ള സംഗതികൾ. അന്ത്യം മാറാത്തവ, മബിനി എന്ന് പറയും, ഉറച്ചത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കാം, യൗമദ്ദീൻ എന്ന് പറഞ്ഞിട്ട് ആ യൗമ എന്താണ്? യൗമ ലാ തംലികു. തംലിക്കുവിന്റെ മാളി എന്താണ്? മലക്ക. ഇവിടെ തംലിക്കു എന്ന് പറഞ്ഞത് യദ്രിബു പോലെയാണ് വരുന്നതെങ്കിൽ അതിന്റെ മാളി ലറബ പോലെയായിരിക്കും. ലമ്മ വരിക മാളിയില്. മാളിയിൽ ലമ്മുള്ളത് എന്താ നമ്മൾ പഠിച്ചത്? മാളിയിലാ ലമ്മുള്ളത്. അതല്ല. ഓക്കെ, യൗമ ലാ തംലികു. അപ്പൊ മലക്ക് എന്താ അർത്ഥം? ഉടമപ്പെടുത്തി. ഇതിന്റെ നമ്മൾ ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം പഠിച്ച വാക്ക് ഏതാ? മാലിക്. പ്രതിഫല ദിവസത്തിന്റെ മാലിക്. ലാ തംലികു, അവൻ ലാ തംലികു ഉടമപ്പെടുത്തുകയില്ല. നഫ്സുൻ, ഒരു നഫ്സും, ഒരാളും ഉടമപ്പെടുത്തുകയില്ല. അല്ലെങ്കിൽ അധികാരമുണ്ടാവുകയില്ല. മാലിക് ഉടമസ്ഥൻ എന്ന് പറഞ്ഞില്ലേ, അധികാരമുള്ളവൻ, ഉടമസ്ഥൻ. ഒരാൾക്കും ഉടമസ്ഥത ഉണ്ടാവില്ല. ലി നഫ്സിൻ, വേറൊരു നഫ്സിന് വേണ്ടി. ഒരു നഫ്സും വേറൊരു നഫ്സിന് വേണ്ടി ഒന്നും ചെയ്യുകയില്ല. ഷൈഅൻ, ഒട്ടും തന്നെ ഉടമപ്പെടുത്തുകയില്ല. ഒന്നും തന്നെ ഉടമപ്പെടുത്തുകയില്ല. വൽ അംർ, എന്താ? കൽപ്പന, കൽപ്പന ആയിരുന്നാലും കാര്യമായിരുന്നാലും യൗമ ഇതിൻ, അന്നേ ദിവസം, ലില്ല, അള്ളാഹ്ക്കാണ്. അന്ന് എല്ലാ കാര്യവും, എല്ലാ കൽപ്പനയും അള്ളാഹിന്റെ കൺട്രോളിലാണ്. ഇന്ന് അള്ളാഹെ ധിക്കരിക്കാനും അനുസരിക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. അന്ന് വേറെ ഓപ്ഷൻ ഇല്ല. അള്ളാഹ് പറയുന്നത് എന്താണ് അതുപോലെ ആർക്കും യാതൊരു അധികാരമില്ല. പിന്നെ ഒരു ഷേഖ് വന്നിട്ടും കാര്യമില്ല, ഒരു മുരീദ് വന്നിട്ടും കാര്യമില്ല, ഒരു വലിയ വന്നിട്ടും കാര്യമില്ല. നമ്മൾ അടുത്ത സൂറത്ത് പഠിക്കും. അവരെന്ത് ചെയ്യില്ല, മിണ്ടൂല. സൂറത്തിന്റെ നബയുടെ അവസാനം എന്താ പറഞ്ഞത്? യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫ്ഫൻ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹു റഹ്മാനു വഖാല സവാബ. അപ്പൊ വലിയാണെങ്കിലും ഷെയ്ഖാണെങ്കിലും മുരീദാണെങ്കിലും അതിട്ട് എന്ത് ചെയ്യും? പെർമിഷൻ ചോദിക്കണം. ലാ യതകല്ലമൂൻ, ഒരുത്തരും സംസാരിക്കില്ല. ഇല്ലാ മൻ അദിന ലഹു റഹ്മാൻ, അല്ലാഹ് പെർമിഷൻ കൊടുക്കാം, അനുമതി കൊടുക്കാം. അല്ലെ? അള്ളാഹ് അനുമതി കൊടുക്കാൻ വേണ്ടി റസൂലുള്ള എന്ത് ചെയ്യുന്നറിയാമോ? അള്ളാഹ് അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വേണ്ടി റസൂലുള്ള എന്ത് ചെയ്യും? അന്ന് പോയി സുജൂദിൽ കിടക്കും. അർശിന്റെ അടുക്കൽ പോയി സുജൂദിൽ വീഴും. നമുക്കറിയാലോ, ആദ്യ നബി അലൈഹി ഇസ്ലാമിൽ ചെന്നു ആൾക്കാർ ജഡ്ജ്മെന്റ് നടന്നു കിട്ടാൻ വേണ്ടി, വിചാരണ നടന്നു കിട്ടാൻ വേണ്ടി. അങ്ങനെ ഓരോ നബിമാരടുത്ത് ചെല്ലുമ്പോഴും അവരെല്ലാം കയ്യടിയും. അവസാനം അന്ത്യപ്രവാചകന്റെ അടുക്കൽ ചെല്ലും. അല്ലയോ പ്രവാചകരെ, എല്ലാവരും കൈയൊഴിഞ്ഞിരിക്കുന്നു, താങ്കളെങ്കിലും ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ അടുക്കൽ ചെന്ന് പറയൂ, വിചാരണ നടത്തി തരാൻ. അപ്പൊ എന്ത് ചെയ്യും നബി? അർശിന്റെ അടുക്കൽ പോയി സുജൂദിൽ വീഴാണ്. അപ്പൊ അന്ത്യപ്രവാചകൻ അർശിന്റെ അടുക്കൽ പോയി സുജൂദ് വീണ് എത്ര നാൾ കിടന്നെന്നറിയാതെ അത്രയും ദീർഘമായ സുജൂദ് ചെയ്ത് കഴിയുമ്പോഴാണ് അള്ളാഹ് വന്നിട്ട് പറയുന്നത്, യാ മുഹമ്മദ് ഇർഫഅ റഅസക്, ഇനി എന്താ വേണ്ടതെന്ന് ചോദിക്കും. അപ്പോഴും മാത്രമേ അള്ളാഹുടെ അടുത്ത് മിണ്ടാൻ പറ്റുള്ളൂ. റസൂലും അംബിയാനും മുർസലിനൊക്കെ. പിന്നെ ബാക്കിയുള്ള കാര്യം പറയണ്ടല്ലോ. അതാ പറഞ്ഞത് യൗമ ലാ തംലികു. അങ്ങനെ മിണ്ടാൻ അനുവാദമില്ല, പിന്നെ എന്തിന് അനുവാദം ഉണ്ടാകും? എന്തിന് അധികാരം ഉണ്ടാകും?
ഒരു അധികാരവുമില്ല. ലാ തൻഫഅഹാ ശഫാഅത്തുൻ വലാ അദ്ലുൻ, ഒരു പ്രായശ്ചിത്തവും സ്വീകരിക്കുകയില്ല, പ്രയോജനപ്പെടുകയില്ല. ഒരു ഷഫാഅത്തും പ്രയോജനപ്പെടുകയില്ല. ഒന്നിലധികം എത്ര പ്രാവശ്യം സൂറത്തുൽ ബഖറയിൽ 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഷഫാഅത്ത് സ്വീകരിക്കില്ല. ഓക്കെ. യൗമ ലാ തംലികു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅൻ, ഒട്ടും തന്നെ അല്പം പോലും. വൽ അംറു, കൽപ്പനാധികാരം അല്ലെങ്കിൽ കാര്യം, യൗമഇദിൻ, അന്ന്, ഇല്ല, അല്ലാഹുവിനാണ്. ഇതാണ് ഇത് നമുക്ക് പഠിക്കാനുള്ളത്. ഗായിബീന്റെ അർത്ഥം, ഗായിബീന്റെ ഏകവചനം പറയേണ്ട കാര്യമില്ലല്ലോ. ഗായിബീനയുടെ ഏകവചനം എന്താ? ഗായിബുൻ. അതിന്റെ മാദി എന്താണ്? ഫിഅൽ മാദി ഗാബ. ഗാബ മറഞ്ഞു. ഗാബ മറഞ്ഞു. ഖാല പറഞ്ഞു. വംതല നിറഞ്ഞു. അതാണ് ഗൈബ്, അതിൽ നിന്നാണ് വരുന്നത്. അതാണ് ഗൈബ്, മറഞ്ഞത്. അല്ലെങ്കിൽ മറഞ്ഞിരിക്കൽ എന്നൊക്കെയാണ് അർത്ഥം. ഗാബ മറഞ്ഞു, ഗൈബ് മറഞ്ഞിരിക്കൽ, അറിയൽ, അദൃശ്യം എന്നൊക്കെയാണ് അർത്ഥം കൊടുക്കുന്നത്. മലക്കെ എംലിക്ക് പറഞ്ഞു, ഷെയ്ഇന് വസ്തു എന്ന അർത്ഥമുണ്ട്, കാര്യം, അല്പം എന്നൊക്കെയുള്ള അർത്ഥം വരും. ഓക്കെ. ഇന്ന് നമുക്ക് പഠിക്കേണ്ട ഗ്രാമറിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഈ പറയുന്ന സ്ലൈഡുകളൊക്കെ അതിൽ വരുന്നുണ്ട്. ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന ക്ലാസ് വേറെ ഇട്ടിട്ടുണ്ട്. പിന്നെ പ്ലാറ്റിനം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രോസ്പെക്ടസിന്റെ ഭാഗം ഇട്ടിട്ടുണ്ട്. പ്ലാറ്റിനത്തിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന സംഗതി അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ പ്ലാറ്റിനത്തിൽ പഠിക്കാനുള്ള ഒരു ഭാഗമാണ് ക്രിയകളുടെ അന്ത്യത്തിൽ മാറ്റം വരുത്തുന്ന ക്രിയകൾ, പദങ്ങൾ. ക്രിയകളുടെ അന്ത്യത്തിൽ മാറ്റം വരുത്തുന്ന പദങ്ങൾ. അപ്പൊ ക്രിയകളുടെ അന്ത്യത്തിൽ 2 ഘടനയുണ്ട്. നമ്മൾ പഠിച്ച 2 ഘടന. ഒന്ന് ലമ്മുള്ള അവസ്ഥയാണ്, പിന്നെ ഒന്ന് ഊനയുള്ള അവസ്ഥയാണ്. അല്ലേ? യഫ്തഹു, അതായത് ക്രിയകളുടെ അന്ത്യത്തിൽ മാറ്റം വരുത്തുന്നത് അപൂർണ ക്രിയയിലാണ്. ക്രിയയുടെ അന്ത്യത്തിൽ മാറ്റം വരുന്നത് എവിടെയാണ്? പൂർണ്ണക്രിയയുടെ അന്ത്യം ഒന്നും മാറില്ല, എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. അപൂർണ ക്രിയയുടെ അന്ത്യത്തിൽ ഉള്ള അടയാളങ്ങൾ മാറും, അല്ലെങ്കിൽ അന്ത്യം മാറി വരും. അപൂർണ ക്രിയയിലാണ് അന്ത്യം മാറി വരുന്നത്. അപ്പോ അപൂർണ ക്രിയയിൽ 2 അവസ്ഥയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഒന്ന്, അപൂർണ ക്രിയയുടെ അവസാനം ലമ്മത്തുള്ളതായിരിക്കും, യഫ്തഹു. 2, ഊനയുള്ളതായിരിക്കും, യഫ്തഹു, യഫ്തഹൂന, തഫ്തഹു, തഫ്തഹൂന, അഫ്തഹു, നഫ്തഹ്, ഹിയ തഫ്തഹു എന്നും പഠിച്ചു. അപ്പോ ഒന്നുകിൽ ലമ്മത്തുള്ളതാണ് അല്ലെങ്കിൽ ഊനയുള്ളതാണ്. അപ്പൊ ഈ ലമ്മത്ത് മാറിയിട്ട് ഒന്നുകിൽ ഫതഹത്ത് വരും അല്ലെങ്കിൽ സുക്കൂൻ വരും. അപ്പൊ എപ്പോഴാണ് ക്രിയകളുടെ അന്ത്യത്തിൽ ഫതഹ് വരുന്നത് എന്നതാണ് നമ്മൾ ഇപ്പോ പഠിക്കുന്നത്. ക്രിയകളുടെ അന്ത്യത്തിൽ ഫതഹ് വരുത്തുന്ന 4 പ്രധാനപ്പെട്ട പദങ്ങളാണുള്ളത്. 4 പദങ്ങൾ. അതിൽ ആ 4 പദങ്ങൾ ഇങ്ങനെ ഓർമ്മിച്ചേക്കുക. അല്ലൻ, ഇതൻ, കൈ. എന്താണ്? അല്ലൻ, ഇതൻ, കൈ. ഇവിടെ നിങ്ങോട്ട് അല്ലൻ, ഇതൻ, കൈ. അല്ലൻ, ഇതൻ, കൈ. ഇതെന്റെ കൈ എന്ന് പറഞ്ഞു കേട്ടോ. അല്ലൻ, ഇതൻ, കൈ. ചേർത്ത് പറഞ്ഞു. അല്ലൻ, ഇതൻ, കൈ. ആ, 4 ഓർമ്മിച്ച് വെച്ചു. അല്ലൻ, ഇതൻ, കൈ. 1 അൻ, 2 ലൻ, 3 ഇതൻ, 4 കൈ. ഇതൻ, കൈ. അപ്പൊ ഇതിന്റെ അവസാനത്തിൽ ഫതഹ്
വരുത്തുന്നു പറഞ്ഞു. ക്രിയകളുടെ അവസാനത്തിൽ ഫത്തഹ വരുത്തുന്ന, നമ്മൾ കസറ വരുത്തുന്ന പദം പഠിച്ചില്ലേ? നാമങ്ങളുടെ അന്ത്യത്തിൽ കസറ വരുത്തുന്ന പദം. ലീമിൻ അൻമായ ബീസിയലായില്ല. അത് തന്നെ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അത് പഠിച്ചു. ഇപ്പൊ പറയുന്നത് ക്രിയകളുടെ അന്ത്യത്തിൽ ഫത്തഹ വരുത്തുന്ന പദങ്ങൾ. ക്രിയകളുടെ അന്ത്യത്തിൽ ഫത്തഹ വരുത്തുന്ന പദം. അപ്പോ 4 എണ്ണമാണെന്ന് പറഞ്ഞു. ഈ 4 എണ്ണത്തിൽ ഇതൻ എന്ന പദം ഫത്തഹ വരുത്തിയതായിട്ട് ഖുറാനിൽ വന്നിട്ടില്ല. നമ്മൾ ഖുറാനാണ് പഠിക്കുന്നത്. അത് ഇതൻ എന്നിട്ടില്ല. ഇവിടെ ഇന്ത്യ കൊടുത്തിരിക്കുന്നുണ്ട്. 31 പ്രാവശ്യം ഖുറാനിൽ വന്നിട്ടുണ്ട് ഇതൻ. അത് ഫത്തഹ വരുത്തുന്ന രീതിയിൽ വന്നിട്ടില്ല. കാരണം അതിനുശേഷം അപൂർണക്രിയ വന്നിട്ടില്ല. അതിനുശേഷം അപൂർണക്രിയ വന്നാലല്ലേ അതിന് ഫത്തഹ വരുത്താൻ പറ്റുള്ളൂ. അതിനെ തൊട്ട് ചേർന്ന് അപൂർണക്രിയ വരണം. ഇതിന് തൊട്ട് ചേർന്ന് അപൂർണക്രിയ വരണം. അങ്ങനെ വന്നിട്ടില്ലാത്തത് കൊണ്ട് 31 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇത് ഫത്തഹ വരുന്ന രീതിയിൽ വന്നിട്ടില്ല. അടുത്ത പദം കൈ. അല്ല നിതൻ കൈ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൈ കാണിച്ച് പറയാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് കൈ പറഞ്ഞു. കൈ 10 പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. അതിലും ഫത്തഹ വരുത്തുന്ന രീതിയിൽ വന്നിരിക്കുന്നത് കുറച്ച് സ്ഥലങ്ങളിലാണ്. ഇതിന്റെ അർത്ഥം പറഞ്ഞുതരാം. ഓക്കെ. അന്നും പഠിച്ചു, ലെന്നും പഠിച്ചു. നമ്മള് ഇതനും കൈ മാത്രമേ പഠിക്കാതെ ഉള്ളൂ. അൻ പഠിച്ചില്ലേ? അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ടി. പിന്നെ ലം പറഞ്ഞപ്പോ ലെൻ പറഞ്ഞായിരുന്നു. ലം എരുത് പഠിച്ചപ്പോ നമ്മൾ പറഞ്ഞു ലം എന്തിനെ നിഷേധിക്കാനുള്ളതാണ്? അപൂർണക്രിയ. ലം അപൂർണക്രിയ നിഷേധിക്കാനാണ്. പാസ്റ്റ് ടെൻസിലാക്കി, ഭൂതകാലത്തിലാക്കി നിഷേധിക്കാനാണ്. ഭൂതകാലത്തിലാക്കി ലെന്നിന് ശേഷം അപൂർണക്രിയ വന്നാൽ അത് ഭാവിയിലെ നിഷേധമായിരിക്കും. ഭാവിയില് നിഷേധിക്കാൻ. അപ്പോ ലെൻ യഫ് അലു, ലെൻ യഫ് അല. ലെൻ വന്നാൽ യഫ് അല ആക്കണം. ലെൻ യഫ് അല എന്ന് പറഞ്ഞാൽ അവൻ പ്രവർത്തിക്കുകയില്ല. അപ്പം ഭാവി ഭാവിയെ നിഷേധിക്കാനുള്ളത്. ഭാവി പറഞ്ഞപ്പോ അപൂർണക്രിയ തന്നെയാണല്ലോ. അപൂർണക്രിയ. അപൂർണക്രിയ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടല്ലോ. രണ്ടും ഉണ്ടല്ലോ. തുറന്നു, തുറക്കും, തുറക്കുന്നു. അപ്പൊ ഭാവിയിലുള്ളതിനെ നിഷേധിക്കാനുള്ളതാണ് അല്ലേ? ഓക്കെ. കൈ എന്ന് പറഞ്ഞാൽ വേണ്ടി. കൈ വേണ്ടി. കൈ തഖറ ഐനുഹ, അവളുടെ കൺ കുളിർക്കുന്നതിന് വേണ്ടി, ആ സ്ത്രീയുടെ കൺ കുളിർക്കുന്നതിന് വേണ്ടി. ഇതൻ എന്ന് പറഞ്ഞാൽ അന്നേരം. ഇതൻ അന്നേരം. ഇതൻ അന്നേരം. ഓക്കെ. നമുക്ക് ഇതന്റെ ഉദാഹരണം വരും, അന്നേരം മനസ്സിലാക്കാം. ഓക്കെ. ഇനി നമുക്ക് എങ്ങനെയാണ് ഫത്തഹ വരുന്നത് നോക്കാം. ഉദാഹരണം أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما تشاءون إلا أن يشاء الله ما تشاءون إلا أن يشاء الله. ഇവിടെ മുസാഫിർ വരുമ്പോൾ സുക്കുൻ, നൂന് സുക്കുൻ ഉണ്ടാവില്ല കേട്ടോ. ഞാൻ ഇവിടെ അൻ എന്നത് വ്യക്തമായി അറിയാൻ വേണ്ടി സുക്കുൻ കൊടുത്തതാണ്. മുസാഫിർ വരുമ്പോ അവിടെ മറച്ച് അത് ഇതാണ് ഇതകാമ്പിൽ കൊന്നെയാണ്. ഇത് നൂനെ യായിലേക്ക് ചേർക്കണ്ടേ? മറച്ച് മണിക്കലല്ല ഇവിടെ. യാനെ ലയിപ്പിച്ച് പറയണം. യായിലേക്ക് ലയിപ്പിച്ച് യായും വായും വന്നാൽ എന്ത് ചെയ്യണം? ലയിപ്പിക്കണം. അപ്പൊ അല്ല. അപ്പൊ അൻ വന്നുകൊണ്ട് എന്തായി? എന്ന് പറഞ്ഞതിന് എന്നല്ല നമ്മൾ പഠിക്കും. അവൻ ഉദ്ദേശിച്ചു, അവൻ ഉദ്ദേശിച്ചു. അപ്പൊ എന്നതിന് എന്താ ചെയ്യൂ? അതേപോലെ അയഹ്സബുൽ ഇൻസാനു അൻ യുത്റക. അപ്പോ യതുറുക്കു എന്നത് യുത്റക്കു എന്നാണ് അതിന്റെ കർമ്മണ പ്രയോഗമാണ്. യതുറുക്കു തറക്ക ഉപേക്ഷിച്ചു, യതുറുക്കു ഉപേക്ഷിക്കും. യുത്റക്കു എന്നാണ് വരേണ്ടത്. ഉപേക്ഷിക്കപ്പെടും.
അൻ വന്നതുകൊണ്ടാണ് കാക്ക് ഫത്തഹ് വന്നത്. ആ കായ്ക്കല്ല, യത്തുറുക്കിന്റെ അവസാനം ഫത്തഹത്ത് വന്നു. കായ എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. യഷാ എന്ന് പറയുമ്പോൾ യഷാന്റെ അവസാനം ഫത്തഹത്ത് വന്നത് എന്നാണ് പറയേണ്ടത്. യുത്തറക്കിന്റെ അവസാനം ഫത്തഹത്ത് വന്നത് അൻ വന്നതുകൊണ്ട്. റായിക്ക് ഫത്തഹ്. റായ്ക്ക് എപ്പോഴും ഫത്തഹ് തന്നെയാണ്. യത്തുറുക്കു എന്നത് യുത്തറക്കു എന്നത് കർമ്മണി പ്രയോഗമാക്കി കേട്ടോ. യൻസുറു യുൻസറു, യൻസുറു സഹായിക്കും, യുൻസറു സഹായിക്കപ്പെടും. യത്തുറുക്കു ഉപേക്ഷിക്കും, യുത്തറക്കു ഉപേക്ഷിക്കപ്പെടും. ഇവിടെ കർമ്മണി പ്രയോഗമാണ് യുത്തറക്കു എന്നാണ്. അവിടെ യുത്തറക്കു എന്നതിന് റായിന് ഫത്തഹ് തന്നെയാണ്. റായിന് ഫത്തഹാണ്, കാഫിന് ഫത്തഹത്താണ്. ഫത്തഹും ഫത്തഹത്തും തമ്മിലുള്ള വ്യത്യാസം. അന്ത്യത്തിലെ അടയാളം മാറി വരുന്നതിന്റെ പേരാണ് ആ തായുള്ള അടയാളം. അൽ ഫതഹത്തു വൽ കസ്റത്തു വദ്ദമ്മത്തു കേട്ടാ. ഇവിടെ ലഫ്ലുൽ ജലാലത്ത് അള്ളാഹ് എന്ന നാമത്തിന്റെ അവസാനം എന്താ ഉള്ളത്? ഫത്തഹത്തും ഫത്തഹും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും ഒന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചു. അള്ളാഹ് എന്ന നാമത്തിന്റെ അവസാനം എന്താ ഉള്ളത്? ലമ്മത്താണുള്ളത്. എന്നതിലെ അല്ല, കാലു എന്നതിലെ ലാമിന്റെ മുകളിൽ എന്താ ഉള്ളത്? കാലു വഖാലു ലമ്മത്തല്ല, ലമ്മാണ്. ഇടയിലുള്ളതൊക്കെ എന്താണ്? അൽ ഫത്ഹു വൽ കസ്റു വൽ ലം. അവസാനം വരുന്നത് മാറി വരുന്നതാണെങ്കിൽ അതിന് അൽ ഫതഹത്തു വൽ കസ്റത്തു വൽ ദമ്മത്തു എന്ന്. സുക്കൂനത്ത് എന്ന് പറയില്ല. സുക്കൂന് വേറെ പേരുണ്ട്. സുക്കൂന് പകരം വേറെ പേരുണ്ട്. അത് നമ്മൾ ലം വരുമ്പോൾ പഠിക്കാം. അന്ത്യത്തിൽ സുക്കൂനാക്കുന്ന സന്ദർഭം വരുമ്പോൾ നമുക്ക് അതിന്റെ പേര്. ഇപ്പൊ ഇവിടെ എന്താണ്? ഫതഹത്താണ്. അൻ വന്നതുകൊണ്ട് യശാ വന്നു. അതേപോലെ അൻ വന്നതുകൊണ്ട് യുത്റക. അപ്പോ എന്താ അർത്ഥം? ഇതിന്റെ അർത്ഥം നമ്മൾ പഠിച്ചു. വമാ തശാഉന ഇല്ലാ അൻ യശാ അല്ലാഹു. നമ്മൾ പഠിച്ചെന്ന് തോന്നുന്നു അല്ലേ? അള്ളാഹ് ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല. അയഹ്സബുൽ ഇൻസാനു, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ? അൻ യുത്റക, തറക്ക ഉപേക്ഷിച്ചു. യുത്റകു, യത്റുക്കു ഉപേക്ഷിക്കും. യുത്റകു ഉപേക്ഷിക്കപ്പെടും. അൻ യുത്റക സുദൻ, വെറുതെ. അയഹ്സബുൽ ഇൻസാനു അൻ യുത്റക സുദൻ. ഏസൂത്തിലാണ് അവനെ വെറുതെ വിട്ടേച്ചു കളയുമെന്ന് അവൻ മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ? അപ്പൊ ഈ യുത്രക്കാന്റെ മേലെയുള്ള ഫത്തഹിന് ഫത്തഹത്ത് എന്നാണ് പറയണ്ടേ? പിന്നെ യുത്തറക്കുവിന്റെ റാഇന്റെ മുകളിൽ ഫതഹ്, കാഫിന്റെ മുകളിൽ ഫതഹത്ത്. കാരണം എന്താ? യുത്തറക്കു എന്ന ലമ്മത്തിന് പകരം കാ വന്നു, ഫതഹത്ത് വന്നു. അപ്പൊ മാറി വന്നതല്ലേ. യുത്തറക്കു എന്നത് യുത്തറക്കു മാറൂല. യുത്തറക്കുവിന്റെ റാ മാറൂല. അത് കർമ്മണി പ്രയോഗത്തിന് വേണ്ടി എടുത്തത് കൊണ്ട് റാ ആയി ഫതഹ് വന്നതാണ്. അത് ഫതഹ് മാറൂല. വഖാലുവിലെ വാവിന്റെ മുകളിൽ ഫതഹാണ്, ഖാഫിന്റെ മുകളിൽ ഫതഹാണ്. ലന്നിന്റെ മുകളിൽ ഫസ്റ്റുള്ള വാന്റെ മോള് ലാമിന്റെ മുകളിൽ ലമ്മാണ്. അപ്പൊ ഈ ലമ്മത്ത് എന്താണ് വ്യത്യാസം? ലമ്മത്ത് മാറി വരും. ഇന്ന വന്നാൽ ഇന്നല്ലാഹ എന്ന് വരൂലേ? ഇവിടെ യശാ അല്ലാഹു എന്ന് വന്നു. യശാവിന്റെ കർത്താവായതുകൊണ്ട് കർത്താവിന്റെ അടയാളമായ ലമ്മത്ത് വന്നു. പഠിക്കണം. എന്ത് പാട്? മനസ്സിലായില്ല. ആദ്യം മനസ്സിലാവൂല. ഇപ്പൊ മനസ്സിലായില്ല, ഇനി മനസ്സിലാവേക്കും. ഇപ്പൊ മനസ്സിലായില്ല, ഇനി മനസ്സിലാവാൻ മതി. ആദ്യം എങ്ങനെയായിരുന്നു ഗ്രാമർ? എന്താ പറഞ്ഞത്? മനസ്സിലാകാൻ എന്താ ഉള്ളത്? അല്ല, ആദ്യം ഗ്രാമർ അവസാനത്തിലുള്ള അടയാളമാണോ മാറി വരുന്നത്? ഇടയിലുള്ള അടയാളമാണോ മാറി വരുന്നത്? അന്ത്യത്തില് ഫതഹ് മാറി അടയാളമാണ് നാമത്തിലും ക്രിയയിലും ഒക്കെ മാറി വരുന്നത്. ക്രിയയുടെ അവസാനത്തിലല്ലേ അടയാളത്തിന്, മാറാത്ത അടയാളത്തിന് ഒരേ പേരല്ല.
ഒമാ തശാഊന എന്നത് വാക്യത്തിൽ ഒമാ തശാഊന എന്ന വാക്ക്, ഒമാ എന്ന് പറയുന്ന വാക്ക് എന്ന പദം ഒരു സെന്റൻസിന്റെ സ്ഥാനത്തിനനുസരിച്ച് മാറില്ല. വായിലെ ഫത്തഹ മാറില്ല, മായുടെ ഫത്തഹ മാറില്ല. മാറുമോ? മാറൂല. താ ഇല്ലാത്ത പേരാണുള്ളത്. ഓക്കെ, തശാഊനയുടെ ന്യായിലും എന്താണ്? ഫത്തഹാണുള്ളത്. കാരണം തശാഊനയുടെ ന്യായുടെ ഫത്തഹ മാറൂല. അതങ്ങ് പോവെങ്കിലേ ഉള്ളൂ, ഊന അങ്ങ് പോവെങ്കിലേ ഉള്ളൂ, ആ ഫത്തഹ മാറൂല. അപ്പൊ അവിടെ ഉള്ളത് ഫത്തഹാണ്. ഓക്കെ, അർത്ഥത്തോടെ പറയുമ്പോ മനസ്സിലാവും, പഠിക്കുമ്പോ. അർത്ഥം എന്താ? ഫത്തഹത്ത് തന്നെയാണ്, പക്ഷെ മാറി വരുമ്പോൾ അതിന്റെ പേര് അതേപോലെ അല്ല. ഞാനിപ്പൊ പഠിപ്പിക്കുമ്പോ മുദർരിസാണ്. ഖുത്ബ നടത്തുമ്പോ എന്ത് പറയും? എന്താ പറയാ? അല്ല, ഖുത്ബ പറയുന്ന ആള്. അപ്പൊ ഇമാമ് ഖത്തീബ് എന്ന് പറയും. ഇമാമത്ത് വയ്ക്കുമ്പോ ഇമാം എന്ന് പറയും. ചില ആൾക്കാരെ ഖത്തീബിന് ഇമാമെന്ന് പേര് വിളിച്ചത്, അത് ശരിയല്ല. ഇമാമും ഖത്തീബും ഒരാളാണെങ്കിൽ ഇമാമും ഖത്തീബ് എന്നും വരും. അൽ ഇമാം വൽ ഖത്തീബ് എന്ന് പറയും. നിങ്ങൾ അറബി പല പള്ളികളിലെയും അൽ ഇമാം വൽ ഖത്തീബ് എന്ന് പറയും. രണ്ടുപേരാളാണെങ്കിൽ ഇമാമും ഖത്തീബും ആയ ആളെന്ന് പറയും. ഖുത്ബ നടത്തുന്ന ആളാ ഖത്തീബ്. അപ്പൊ ആ രണ്ടൊരാൾ തന്നെ അധികം ഉണ്ടാവില്ല. ചിലപ്പോ ഇപ്പൊ രണ്ടിനും അടയാളം ഒന്നാണ്. അടയാളം ഒന്നാണ്, പക്ഷെ പേര് രണ്ടാണ്. അള്ളാഹു എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന് ഇവിടെ കർത്താവായതുകൊണ്ട് നമ്മത്ത് വന്നു. ഇന്ന വന്നാൽ ഇന്നല്ലാഹ് എന്ന് പറയും. അപ്പൊ ഫത്തഹത്ത് മാറി. അപ്പൊ നമുക്കറിയാമല്ലോ മാറി വരുന്ന അടയാളമാണ്. മാറാത്ത മരുടന്മാരുടെ ആണെങ്കിൽ അവസാനത്തിന്റെ അടയാളം ഈ ഫത്തഹായിരിക്കും, ഫത്തഹത്തല്ല. ആ ഉലായിലെ അവസാനത്തെ അടയാളം എന്താ? കെസറത്തല്ല. കാരണം എന്താ? ആ ഉലായിലെ അവസാനത്തെ കെസർ മാറില്ല. നേരത്തെ മാറാത്ത ആണെങ്കിൽ അത് കെസറായിരിക്കും, തായില്ല. ലില്ലാഹി എന്ന് പറഞ്ഞപ്പോ അള്ളാഹ് എന്ന നാമത്തിന് കെസറത്താണുള്ളത്. അപ്പൊ ലീ വന്നതുകൊണ്ടാണല്ലോ. അതെ, ലീ വന്നതുകൊണ്ട് അടയാളം മാറി. മാറുന്ന അടയാളമാണെങ്കിൽ അതിന് താഴെയുള്ള പേരായിരിക്കും പറയുക. അതായത് മാറാനിടയുള്ള, മാറാൻ ചാൻസ് ഉള്ള എല്ലാം. മാറാനിടയുള്ള, കറക്റ്റ്. ഗ്രാമർ ഞാൻ അത്രയും മലയാളം ഗ്രാമർ പഠിച്ചില്ല. മാറാനിടയുള്ള അല്ലെങ്കിൽ മാറാൻ സാധ്യതയുള്ള അടയാളമാണെങ്കിൽ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു, മാറാൻ സാധ്യതയുള്ള അടയാളമാണെങ്കിൽ അതിന് താഴെയുള്ള പേരായിരിക്കും ഉണ്ടാവുക. മാറാൻ സാധ്യതയില്ലാത്ത അടയാളമാണെങ്കിൽ താ ഇല്ലാത്ത പേരായിരിക്കും ഉണ്ടാവുക. ഹാദിഹിയുടെ അവസാനമുള്ളത് കെസറത്തല്ല, കെസറാണ്. അലിഫാണ് അവസാനത്തെ. എന്തായാലും ആധാരത്താൽ എപ്പോഴും എന്താണ്? അത് ഫത്തഹ തന്നെയാണ്, ഫത്തഹത്ത് വരില്ല. കാരണം ഇടയിലാണ്. ഇടയിലുള്ളതെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇടയിലുള്ള എല്ലാ അടയാളങ്ങളും താ ഇല്ലാത്ത പേരായിരിക്കും ഉണ്ടാവുക. അവസാനം എന്ന് പറഞ്ഞിടത്ത് തായും ഷായും ഊവും എന്താണ്? ഇടയിലുള്ള അടയാളം അല്ലേ? ഇടയിലുള്ള അടയാളമാണ്. അവസാനം വരുന്നതിനാണ് നമ്മൾ പേര് എന്ത് പേര് കൊടുക്കാൻ നോക്കുന്നത്. ഇവിടെ തശാഊനയുടെ ഞാ ഒരിക്കലും മാറും, ഫത്തഹ മാറൂല. മാറാൻ സാധ്യതയുള്ള അടയാളം ഫത്തഹ അല്ല. അതുകൊണ്ട് അൽ ഫത്തഹു എന്നാണ് അതിന്റെ പേര്. ഞായുടെ ഫത്തഹ മാറൂല. തശാഊന അത് എപ്പോഴായാലും തശാഊനി എന്ന് വരുമോ? ഇല്ല, തശാഊനു ഒന്നും വരൂല. അത് പോവുകയാണെങ്കിൽ ഞായങ്ങ് പോവുകയേ ഉള്ളൂ. അപ്പൊ യശാവൂനുണ്ടല്ലോ, യശാവൂനി ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കൂലേ?
ഒരു വാക്ക് വാക്കായിട്ട് എടുക്കണം കേട്ടോ. ലാസ്റ്റത്തെ ആ കാര്യമാണ് വാക്കിന്റെ പറയുന്നത്. അടയാളം, ആ വാക്കിന്റെ അടയാളം. വാക്ക് മാറി വരുന്നതും ഇതും കൂടെ കൂട്ടിക്കൊഴിക്കരുത്. വാക്ക് മാറി വരുന്ന എഫ്തഹു എഫ്തഹുന തഫ്തഹു തഫ്തഹുന അഫ്തഹുന അഫ്തഹു അത് വേറെ നിയമമാണ് കേട്ടോ. 2 ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ആദ്യം പഠിച്ചത് ഫതഹ ഫതഹു ഫതഹത ഫതഹത ഫതഹ, പട്ടിക പറയൽ, സർഫ്. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് എന്താ? ഇത് ഗ്രാമറാണ്, നഹ്വ് എന്ന് പറയും. കേട്ടിട്ടുണ്ടോ നഹ്വ്? നെഹ്വ് കേട്ടണു നഹ്വ് നെഹ്വ് കേട്ടണതേ ഉള്ളു, പഠിച്ചില്ല. അത് ഗ്രാമറിൽ, അറബി ഗ്രാമറിൽ കുറെ സംഗതികളൊക്കെ ഉണ്ട്. എല്ലാ സംഗതിയും ഖുർആൻ മനസ്സിലാക്കാൻ നമുക്ക് ആവശ്യമില്ല. ഖുർആൻ മനസ്സിലാക്കാൻ ആവശ്യമില്ല. പിന്നെ അറബി ഭാഷ നമുക്ക് ഭാഷയിൽ സംസാരിക്കുകയോ എഴുതുകയോ പ്രസംഗിക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ. ഭാഷ പഠിക്കാനാണല്ലോ. ഭാഷ പഠിക്കാൻ വേണം. അത് കമ്മ്യൂണിക്കേറ്റ് അറബിക്കിലൊക്കെ എല്ലാ കാര്യങ്ങളും പഠിക്കും. അറബി പഠിക്കാൻ വേണ്ടി വരണം. ഓക്കെ, ഇതൊക്കെ കഴിയട്ടെ, ക്ലിയർ ആയി? ഇതൊക്കെ കഴിയട്ടെ. കുറച്ചൊക്കെ ക്ലിയർ ആയി. അതിനെന്താണ് ഫതഹത്ത് കൊടുത്തു, യുത്റക എന്ന് വന്നുകൊണ്ട് ഫതഹത്ത്. വഖാലു, അപ്പൊ അൻ വന്നതിന് 2 ഉദാഹരണം പറഞ്ഞു. ഇതിനിടയ്ക്ക് ഫതഹത്തും കസറത്തും ഒക്കെ വന്നപ്പോ മാറിപ്പോയത് കേട്ടോ വിഷയം. നമ്മുടെ വിഷയം മാറിപ്പോയി. നമ്മുടെ വിഷയം കയ്യാണ്, അല്ലനിതൻ കയ്യാണ്. അതിന് ഇതൻ നമ്മൾ മാറ്റി നിർത്തി. കാരണം ഖുർആനിൽ ഉദാഹരണം ഇല്ല. പിന്നെ കൈ കുറച്ച് പ്രാവശ്യം വന്നിട്ടുള്ളൂ. അതിന്റെ ഉദാഹരണം ഇവിടെ പറയുന്നുണ്ട്. കഴിഞ്ഞിട്ട് ബാക്കി അന്നും ലെന്നുമാണ് അധികവും വന്നിരിക്കുന്നത്. അധികവും അന്നും ലെന്നുമാണ് വന്നിരിക്കുന്നത്. അൻ 625 പ്രാവശ്യം വന്നിട്ടുണ്ട്. ലെൻ 104 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഓക്കെ. പിന്നെ കൈ ആകെ 10 പ്രാവശ്യം വന്നിട്ടുള്ളൂ. ഇതൻ 31 പ്രാവശ്യം വന്നിട്ടുള്ളെങ്കിലും അത് ഫതഹത്ത് വരുത്തുന്ന ക്രിയയായി വന്നിട്ടില്ല, പദമായി വന്നിട്ടില്ല. അതിനുശേഷം ക്രിയ വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ അന്നിൽ 2 ഉദാഹരണം പറഞ്ഞു. അടുത്തത് വഖാലു ലൻ തമസ്സനന്നാറു. അപ്പോ ലെൻ കാരണമായി എവിടെ ഫതഹത്ത് വന്നത്? തമസ്സന. എവിടെയാണ് ഫതഹത്ത് വന്നത്? അവസാനത്തിൽ. പദത്തിന്റെ അവസാനമാണ്. പദത്തിന്റെ അവസാനമാണ്. നമ്മൾ ഏതിന്റെ അവസാനത്തിലാണ് വ്യത്യാസം വരുത്തുന്നത് പറഞ്ഞത്? ക്രിയയുടെ ക്രിയ നമ്മൾ പഠിച്ചായിരുന്നു, മസ്സ മസ്സു. അപ്പൊ യമസ്സു യമസ്സൂന, അപ്പൊ തമസ്സു തമസ്സൂന. അപ്പൊ തമസ്സു എന്നുമാണ് വരേണ്ടത്. ലൻ വന്നപ്പോ എന്ത് പറഞ്ഞു? ലൻ തമസ്സ എന്ന്. ഞാൻ സർവനാമമാണ്, അത് ഇതിനോട് ചേർത്താണ് കർമ്മത്തിന് വേണ്ടി. യുത്രക്കന്റെ യശാന്റെ ഒക്കെ അവസാനം ആയി ഒന്നും ചേർന്ന് വന്നില്ല. അതിന്റെ ഹലക്കഹും സ്പർശിക്കും ഞങ്ങളെ സ്പർശിക്കുകയില്ല. വഖാലു, അവര് പറഞ്ഞു, അരെ ജൂതന്മാര്, ഖാലു യൂതന്മാര് പറഞ്ഞു, ലൻ തമസ്സന ഞങ്ങളെ സ്പർശിക്കുകയില്ല, അന്നാറു നരകാഗ്നി, ഇല്ലാ അയ്യാമൻ മഅദൂദതൻ എണ്ണപ്പെട്ട ദിവസങ്ങളല്ലാതെ. ഞങ്ങളെ നരകം സ്പർശിക്കുകയില്ല. ഇനി അഥവാ സ്പർശിച്ചാൽ തന്നെയും ഇല്ല അയ്യാമൻ മഅദൂദ, ഞങ്ങൾ കുറച്ചാൾ മാത്രമേ നരകത്തിൽ കിടക്കുകയുള്ളൂ. ജൂതന്മാര് അവർ ഭയങ്കര അഹങ്കാരികളാണല്ലോ. ഞങ്ങള് നരകത്തിനൊന്നും പോകില്ല എന്നാണ് അവരുടെ ചിന്താഗതി. അതാ പറഞ്ഞത്. ലെൻ വന്നതുകൊണ്ട് നമ്മുടെ വിഷയം എന്താണ്? ലെൻ വന്നതുകൊണ്ട് തമസ്സുവിന് പകരം തമസ്സ എന്ന് വന്നു. പിന്നെ ഞാൻ എന്തത് എന്താണ് കർമ്മത്തിന് വേണ്ടി സർവനാമം ചേർത്തതാണ്. ക്രിയയുടെ അന്ത്യത്തിലാണ്. അതിനു വേണ്ടിയാണ് ഈ ഉദാഹരണം ഇത് തന്നെ എടുത്തുകൊണ്ട് ക്രിയയുടെ അന്ത്യത്തിലാണ് അടയാളം മാറ്റുന്നത്, പദത്തിന്റെ അന്ത്യത്തിലല്ല. അറബി ഭാഷയ്ക്ക് ചില പ്രത്യേകതയുള്ള എന്താണ്? ചിലപ്പോ ഒരു പദത്തിന്റെ തൊട്ട് മുമ്പ് ഒരക്ഷരം മാത്രമാണ് ഉള്ളതെങ്കിൽ ആ അക്ഷരം ഈ പദത്തോടൊപ്പം ചേർത്തായിരിക്കും വരിക. പിന്നെ രണ്ടാമത് സർവനാമങ്ങൾ ഒരു ക്രിയയോടൊപ്പം
ക്രിയയ്ക്ക് ശേഷം സർവനാമങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ സർവനാമം ക്രിയയോട് ചേർന്നിട്ടായിരിക്കും എഴുതുക. ചിലപ്പോ 2ഉം 3ഉം സർവനാമമൊക്കെ ചേർന്ന് വന്നിട്ടുള്ള സന്ദർഭമുണ്ട്. ഒന്നുകൂടി പറയോ? അങ്ങനെ സർവനാമം അങ്ങനെ സർവനാമം ചേർന്ന് വന്നതല്ലേ? ഖലഖഹ, ഖലഖഹും, ഖലഖഹു, ഖലഖഹും. ഖലഖയിൽ ഒരു സർവനാമമുണ്ട്, പിന്നെ വേറൊരു സർവനാമം അതിനോട് ചേർന്ന് വരുന്നത് കർമ്മമാണെന്ന് പറഞ്ഞല്ലോ. എന്തോ മൊബൈൽ എന്തോ നായിഞ്ച്. وقالوا لن تمسنا النار إلا أياما معدودة. ഞങ്ങളെ പ്രവേശിക്കുകയില്ല അല്ലേ? സ്പർശിക്കുകയില്ല. സ്പർശിക്കില്ല. മസ്സ സ്പർശിച്ചു. ഇവിടെ തമസ്സൊക്കെ താവുന്നത് നാറ് സ്ത്രീലിംഗം ആയതുകൊണ്ടായിരിക്കും. നാറ് സ്ത്രീലിംഗമായതുകൊണ്ടാണ് തമസ്സു വന്നത്. തമസ്സയ്ക്ക് താ വന്നെന്നല്ല പറയേണ്ടത്. സ്ത്രീലിംഗ നാറ് സ്ത്രീലിംഗ രൂപം. നാറാണ് ഇതിന് കർത്താവ്. കർത്താവ് സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് തമസ്സ എന്നത് സ്ത്രീലിംഗമായിട്ട് ഉപയോഗിച്ചത്. ഹുവ യമസ്സു ഹിയ തമസ്സു. അടുത്ത 4 അയഹ്സബു അല്ലൻ യഖ്ദിറ. അല്ലൻ യഖ്ദിറ. അയഹ്സബു അവൻ കരുതുന്നുണ്ടോ? നമ്മൾ പഠിച്ചതാണ് ഏത് സൂറത്തില്? അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്. പലത്. അതെ, സൂറത്തുൽ ബലദ്. അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്. അയഹ്സബു അവൻ കരുതുന്നുണ്ടോ? അല്ലൻ യഖ്ദിറ. ഖദറ യഖ്ദിറു എന്നാണ് വരേണ്ടത്. ഖദറിന് പകരം എന്ത് വന്നു? യഖ്ദിറ. യഖ്ദിറ കഴിവുള്ളനായി. യഖ്ദിറ അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്. അവന്റെ മേൽ ആർക്കും കഴിവില്ല. ലൻ യഖ്ദിറ ലൻ വന്നതുകൊണ്ട് യഖ്ദിറു ന് പകരം യഖ്ദിറ. ഇനി കൈക്ക് ഉദാഹരണം. കൈ നുസബ്ബിഹക കസീറ. കൈ വന്നുകൊണ്ട് എന്ത് ചെയ്തു? കൈ നുസബ്ബിഹക കസീറ. സൂറത്തു ത്വഹ. വനദ്കുറക കസീറ. കൈ വന്നുകൊണ്ട് നുസബ്ബിഹു, ഞങ്ങൾ തസ്ബീഹ് ചെയ്യുന്നതിന് വേണ്ടി. ക നിനക്ക്. അപ്പൊ കായുടെ ഫതഹല്ല ഇവിടെ നോക്കുന്നത്. ഏതാ നോക്കേണ്ടത്? നുസബ്ബിഹ. അപ്പൊ നുസബ്ബിഹയാണ് ക്രിയയുടെ അന്ത്യത്തിലുള്ള അടയാളം. ആ അടയാളമാണ് മാറി വരുന്നത്. അതാണ് നമ്മത്ത്. നുസബ്ബിഹ. കയിലെ ക എന്താണ്? കായുടെ മുകളിൽ എന്താ ഉള്ളത്? ഫതഹാണുള്ളത്. ഫതഹ അത് മാറാത്തതാണ്. കിതാബുക്ക എന്നത് എപ്പോഴും കിതാബുക്ക ആയിരിക്കും. ആ കിതാബുക്ക എന്ന പദം ഒരു വാക്യത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വെച്ചാൽ, അതിന് മുമ്പ് ഒരു പദം വന്നാൽ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും മാറി വന്നാൽ ആ ക മാറില്ല. അതേസമയം കിതാബുക്കയ്ക്ക് വരും കിതാബുക്കും. നിങ്ങളുടെ പുസ്തകം എന്ന് പറയേണ്ടത് അതിന് പകരമാണ് കാര്യം. കിതാബുക്ക എന്നത് ഒരു വാക്യത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ അതിനു മുമ്പ് ഒരു പദം മാറി വരികയോ ചെയ്താൽ അതിന്റെ അടയാളം മാറും. മാറി വരുന്നത് ഏതാണ്? കൈ വന്നതുകൊണ്ട് നുസബ്ബിഹുവിന് പകരം നുസബ്ബിഹ എന്ന്. കൈ നുസബ്ബിഹക. കൈന്റെ അർത്ഥം വേണ്ടി വേണ്ടി. നുസബ്ബിഹു നാം അല്ലെങ്കിൽ ഞങ്ങൾ തസ്ബീഹ് ചെയ്യുന്നു. കൈ നുസബ്ബിഹക നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നതിന് വേണ്ടി, തസ്ബീഹ് ചെയ്യുന്നതിന് വേണ്ടി. കൈ വേണ്ടി. കസീറൻ ധാരാളം. ഫറജഅനാക ഇലാ ഉമ്മിക. ഫറജഅനാക നാം നിന്നെ മടക്കി. മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞതാണ്. ഫറജഅനാക നിന്നിലേക്ക് മടക്കി. ഫറജഅനാക നിന്നിലേക്കല്ല. നിന്റെ ഉമ്മയിലേക്ക്. നിന്നെ നാം മടക്കിക്ക നിന്നെ ഇലാ ഉമ്മിക നിന്റെ ഉമ്മയുടെ അടുത്തേക്ക്. കൈ തഖറ ഐനുഹ. തഖറ എന്ന് പറഞ്ഞാൽ കൺ കുളിർക്കുന്നതിനാണ് തഖറ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ കൈ കണ്ണെന്ന വാക്ക് അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കൺ കുളിർക്കുക, കണ്ണ് കുളിർ എന്ന് പറയാൻ പറ്റും. തഖറ ഐനുഹ ആ സ്ത്രീയുടെ അല്ലെങ്കിൽ ആ ഉമ്മയുടെ കൺ കുളിർക്കുന്നതിന് വേണ്ടി. കൈ പറഞ്ഞു വന്നത് കൊണ്ട് എന്ത് ചെയ്തു? കറ യഖറു എന്നതിന് പകരം അല്ലെങ്കിൽ തഖറു എന്നതിന് പകരം തഖറ എന്ന് പറഞ്ഞു. തഖറ. ഓക്കെ. കൈ തഖറ ഐനുഹ.
കൈ വന്നുകൊണ്ടാണ് തക്കറുവിന് പകരം തക്കറ എന്ന് വന്നത്. പിന്നെ ഇതിന് ഉദാഹരണം ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. ഖുർആനിൽ ഉദാഹരണം ഇല്ല. ഓക്കെ. അപ്പോ ഇനി എന്തെങ്കിലും സംശയമുള്ളവര് ഇത് ആവർത്തിച്ച് കേട്ടാൽ മതി. ആവർത്തിച്ച് കേൾക്കുമ്പോൾ ശരിയായിക്കോളും. നോട്ട്സ് തരൂലേ? നോട്ട്സ് എന്താ തരണം? ഇപ്പൊ പറഞ്ഞത് തന്നെയാണ് നോട്ട്. അത് എഴുതിയെടുക്കാൻ വലിയ പാടാ. നോട്ട്സ് ഇങ്ങനെ കേട്ട് പഠിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ യഥാവിധി വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും അതെ ഉസ്താദ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യം അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അന്വേഷിക്കുന്നുണ്ട്. അത് പിന്നെ ശരിയായിട്ട് പറഞ്ഞുതരാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നമ്മളുടെ നിർത്തയാണ്. നോട്ട്സ് ഉണ്ടെങ്കിൽ അയച്ചു തരാം കേട്ടോ. നോട്ട്സ് കിട്ടിയാൽ നല്ലതായിരുന്നു. പുതിയ പാഠപുസ്തകങ്ങൾ പുതിയതായി പ്രസിദ്ധീകരിക്കും. ഇപ്പൊ നമ്മൾ 2 പുതിയ വന്നുള്ളൂ. ഇനി 3, 4, 5 ഒക്കെ വരുമ്പോഴത്തേക്ക് 6, 7 കാലത്ത് വരുമ്പോൾ വരും. അപ്പൊ നിങ്ങൾ അതിന്റെ ടെക്സ്റ്റ് ബുക്കും കൂടെ വാങ്ങിച്ചോ. രണ്ടാമത്തെ ഓർഡർ ചെയ്തിട്ടുണ്ട്. രണ്ടാം ഭാഗം രണ്ടാമത്തെ കിട്ടിയല്ലോ. എനിക്ക് കിട്ടിയില്ല. ഓർഡർ ചെയ്തോട്ടേക്ക് പൈസ അടച്ചവരിലേക്ക് വരും. വന്നില്ലെങ്കിൽ വരും. ഇന്ന് 10-20 അതിലുണ്ടാവോ ഗ്രാമർ? രണ്ടാമത്തേല് ഗ്രാമർ ഉണ്ട്. പക്ഷെ അത് 2ന്റെ ഗ്രാമറാ. ഇത് 7 ഇപ്പം നിങ്ങൾ പഠിച്ചിട്ടിരിക്കുന്ന 7. 7 പ്രസിദ്ധീകരിക്കാൻ നല്ലായിരുന്നു. 7 വരും. അങ്ങനെ അടുത്തില്ല. പഠിച്ചു തീർന്നിട്ടേ വരുള്ളൂ. പഠിച്ചു തീർന്നാലും പിന്നെയും പഠിക്കണ്ടേ ഖുർആൻ? പഠിക്കണമല്ല, അത് പരീക്ഷയ്ക്കുമ്പോ ഇത് കിട്ടുവാന്നുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാമല്ലോ. പരീക്ഷയ്ക്ക് മുമ്പ് എന്തായാലും വരില്ല. അതല്ല 7 വരുമ്പോ ചുരുങ്ങിയത് 7 മാസം. ഓരോ മാസമാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു മാസത്തിൽ തന്നെ നടക്കുന്നില്ല. ഇപ്പം 3-ാമത്തെ പണി ഒന്നും നടന്നിട്ടില്ല. ഓക്കെ. വാട്സപ്പ് ക്ലാസ് ഒന്നും ഉണ്ടാവില്ല. ഇത് വാട്സപ്പ് ക്ലാസ്സിലൊക്കെ വന്നിട്ടുണ്ട്. വാട്സപ്പ് ക്ലാസ്സിൽ ഇതിന്റെ മാത്രമുള്ള വീഡിയോ ഒക്കെ ഉണ്ട്. അതൊക്കെ അയച്ചു തരാം. ലിങ്ക് അത് കിട്ടിയാലും നല്ല കാര്യം. ടെലഗ്രാമിലേക്ക് ഇട്ടാ മതി. എന്തെങ്കിലും ചെയ്യാം കേട്ടോ. എല്ലാം പരാതിയാ. എല്ലാം വരും. നിങ്ങളുടെ ഉത്സാഹം മാത്രം ഉണ്ടായിരുന്നാൽ മതി. ദുആ ചെയ്യാം. യഥാവിധി പൂർത്തീകരിക്കാനുള്ള നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ കോഴ്സും അതിന്റെ സ്റ്റഡി മെറ്റീരിയലും അത് കഴിഞ്ഞിട്ട് സ്റ്റഡി മെറ്റീരിയൽ വന്നതിന് ശേഷമാണ് പിന്നെ അത് വീഡിയോ സ്റ്റഡി മെറ്റീരിയൽ വന്നതിന് ശേഷം പിന്നെ ഇതിന്റെ വാട്സപ്പ് ക്ലാസ് റീ റെക്കോർഡ് ചെയ്യണം. വാട്സപ്പ് ക്ലാസ് റീ റെക്കോർഡ് ചെയ്തതിനു ശേഷം പിന്നെ വീഡിയോ ക്ലാസ് റെക്കോർഡ് ചെയ്യണം. വീഡിയോ ക്ലാസ് റെക്കോർഡ് ചെയ്തതിനു ശേഷം പിന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ. യൂസുഫ് സാറെ വിളിച്ച് പറയണ്ടില്ലല്ലോ? വേണ്ട. യൂസുഫിനെ വിളിച്ചിരുന്ന എന്തിനാ? അല്ല ടെലഗ്രാമില് ക്ലാസ് ഇട്ടുതരാൻ വേണ്ടിട്ട് പറയണ്ടല്ലോ. ലിങ്ക് ഇട്ടുതരാൻ പറയും. കുഴപ്പമില്ല. ക്രിയാന്തത്തിൽ ഫത്തഹ് വരുത്തുന്നതിന്റെ ലിങ്ക് ഇട്ടുതരാൻ പറയും. കമ്മ്യൂണിക്കേഷൻ പറഞ്ഞോളൂ. കുഴപ്പമില്ല. അല്ല ടെലഗ്രാമില് അത് മുതലുള്ള 79 മുതലുള്ള ക്ലാസ് അങ്ങനെ പറഞ്ഞാ പോരെ? വന്നില്ലേ? ഇല്ല, വന്നിട്ടില്ല. തീരെ നമ്മൾ വാട്സപ്പ് ക്ലാസ് കിട്ടിയില്ല. നമ്മള് ടെലഗ്രാമിലേക്ക് വന്നില്ല. ഇട്ടുതരാൻ പറയും. ചിലപ്പോ യൂസഫിനെ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പിൽ ആഡ് ചെയ്താ സുഖേനി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين. الى اللقاء باذن الله. والسلام عليكم ورحمه الله وبركاته. وعليكم السلام.